ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. എതിരാളികൾ ആഫ്രിക്കൻ ടീമുകളാണ്. ആദ്യ മത്സരത്തിൽ സെനഗലും രണ്ടാമത്തെ മത്സരത്തിൽ ടുണീഷ്യയുമാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. ഇതിനു വേണ്ടിയുള്ള സ്ക്വാഡ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ഏതായാലും ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രസീലിൻ്റെ ഒരുക്കങ്ങൾ എങ്ങനെയാകും, അതിൻ്റെ ഷെഡ്യൂള് ഇപ്പോൾ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ പുറത്തുവിട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് നവംബർ 10-ാം തീയതി മുതൽ 13-ാം തീയതി വരെയാണ് ബ്രസീൽ ലണ്ടനിൽ ട്രെയിനിങ് നടത്തുക. ആഴ്സണലിൻ്റെ ട്രെയിനിങ് സെൻ്ററാണ് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. നവംബർ 15-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 സെനഗലിനെ ബ്രസീൽ നേരിടുന്നത്. അതിനു മുൻപ് 14-ാം തീയതി എമിറേറ്റസ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടും ബ്രസീൽ ഒരു തവണ ട്രെയിനിങ് നടത്തും എന്നുള്ളതാണ്. ഇനി 16-ാം തീയതി രാവിലെ വീണ്ടും ആഴ്സണലിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ ബ്രസീൽ പരിശീലനം നടത്തും. അതായത് ആ ഒരു മത്സരം അവസാനിച്ചതിന് ശേഷവും ബ്രസീൽ അവിടെ ട്രെയിനിങ് നടത്തും എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഫ്രാൻസിലെ ലില്ലിയിലേക്ക് പോവുക. 18-ാം തീയതി അർദ്ധരാത്രിയാണ് ബ്രസീലും ടുണീഷ്യയും തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുക. ആ മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ് ഡക്കാത്ലൻ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ നടത്തുക. ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ വരുന്നത്. യൂറോപ്പിലാണ് മത്സരങ്ങൾ നടക്കുക. നെയ്മർ ജൂനിയർ ഇല്ല എന്നുള്ളത് ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ മാത്രമാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ആ ഒരു പൂർണ്ണ ഫിറ്റ്നസ് അദ്ദേഹം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിലാണ് അടുത്ത സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുക. അപ്പോഴേക്കും നെയ്മർ ജൂനിയർ സജ്ജനാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.